ഹലോ ഗൈസ്. ഇന്ന് നമ്മള് കളിക്കാൻ പോകുന്ന പുതിയൊരു ഗെയിം ആയിട്ട് വന്നത് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ. ഇതിന് ആദ്യമൊക്കെ കളിക്കലുണ്ടായിരുന്നു ഫ്രണ്ട് ലൈറ്റ്, ബാക്ക് ലൈറ്റ് ഇല്ല, ഈ സൈഡ് ലൈറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ മേത്തത്തെ സാധനവും ഈ മിന്നി കളിക്കുന്ന സാധനവും ഒക്കെ ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മള് വയനാടൻ ബസ് എങ്ങനെ എടുക്കണ്ടേന്നാണ്. നമ്മൾ ആദ്യം ഗെയിമിൽ നിന്ന് എക്സിറ്റ് ആവുക, പ്ലേ സ്റ്റോറിൽ പോവാം. നമ്മള് സെർച്ച് പോയിട്ട് വയനാടൻ ബസ് ഒന്ന് സെർച്ച് ചെയ്യാം. വയനാടൻ ബസ് മൂഡ് ലൈബ്രറി എന്ന് വേണേൽ സെർച്ച് ചെയ്യാം. ഫസ്റ്റ് കാണുന്ന ഈ വയനാടൻ ബസ് മോഡ് ലൈബ്രറി കണ്ടോ നിങ്ങള്? അതിന്റെ ഇതാണ് ചിത്രാണത്. അത് നിങ്ങൾ കയറ്റുക. 28 MB ഉള്ളൂ. എന്റെ പ്രൊഫൈലൊക്കെ അങ്ങനെയാണ്. ഇന്ത്യന്റെ ഫ്ലാഗ് ഉണ്ട് പ്രൊഫൈലില്. അപ്പൊ നിങ്ങൾ അത് കയറ്റിയോളൂ. നമ്മള് അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമ്മള് പോവാം. കേറുമ്പോ ഉള്ള ചിത്രാണിത്. ഇത് നിക്കുക. നമ്മൾ സ്റ്റാർട്ട് കൊടുക്കാം. ഇത് വെറും മൂവാണ്, പക്ഷെ ഞാൻ കൊടുക്കാം. ഇതിന്റെ ഫസ്റ്റ് കളിക്കുന്ന എല്ലാം ബസ് ഉണ്ടായിരുന്നു. എന്താ ഈ ഒരു ഏരിയ 1 2 3 അങ്ങനെ കൊടുത്തില്ലേ? 1 2 3 ആയിട്ട് കൊടുത്തില്ലേ? ഈ സൈഡിലേക്ക് അതിന് 5 എടുക്കുക. ഈ 5 എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ വായിച്ചേക്ക് വയനാടൻ ബസ്സിലേ കിടക്കുന്നത്. വയനാടൻ മാത്രല്ല, കൊമ്പന് അതൊക്കെ ഉണ്ട് കേട്ടോ. കൊമ്പന് ഇവിടെ എവിടെ ഉണ്ട്. ഇങ്ങനെ ഒരു ബസ് നോക്കിയാൽ മതി. കൊമ്പും ചെറുതേനൊക്കെ നമുക്ക് വേണ്ടി വയനാടനാണ്. ആ വയനാടിന്റെ ഈ ചിത്രത്തിലൊന്ന് നിൽക്കുക. നമ്മള് ഇങ്ങോട്ട് ഇതുണ്ടോ വയനാടൻ ബസ് എന്ന് പറഞ്ഞ് ഈ ചിത്രത്തിൽ വെക്കുക. ആ ചിത്രത്തിൽ വെക്കുമ്പോ ഇവിടെ ഒരു മഴവില്ല് മതിൽ നിർത്താനുണ്ട്. അത് വെക്കുക. നമ്മൾ നേരെ ക്രോമിലോട്ടേക്കോ ഗൂഗിളിലോട്ടേക്കോ പോകും. പിന്നെ നമ്മള് ഈ ZWG by TVZ നിൽക്കുക. അപ്പൊ ഇത് ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഈ ഡീറ്റെയിൽസ് നോക്കിയാൽ നമ്മള് കേറുന്നൊക്കെ ഇവിടെ കാണും. 82 MB ഉണ്ട്. കുറച്ച് സ്ലോ ആയിരിക്കും. ഞാൻ നെറ്റ് ഇവിടെ കുറവാണ്. ഞാൻ കുറച്ച് റൂമിലുണ്ട്, കേറിയിട്ട് കാണാം. ഇത് കേറാൻ കുറച്ച് ടൈം എടുക്കണ്ട്. അപ്പം ഞാൻ ചോറ് നിന്നിട്ട് വരാം. അപ്പോഴേക്ക് കേറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗൈസ്, അത് കേറിയിട്ടുണ്ട്. അങ്ങനെ ഇനി നമ്മള് അടുത്തായിട്ട് നമ്മള് ഈ പിന്നിങ് ആപ്പിലോട്ടേക്ക് തന്നെ പോകണം. ഈ നോൺ നിൽക്കുക. അടുത്ത് ഈ ലൈബ്രറി എന്ന് പറയുന്ന സാധനം ഉണ്ടോ? അത് നിൽക്കുക. അതിന്റെ ചിത്രത്തിൽ നിൽക്കുക. എന്നിട്ട് ഈ മഴവില്ല് മാതിരിയുള്ള സാധനം നിൽക്കുക. ഇത് ഇവിടെ ആയിട്ട് ഒരു സാധനം കണ്ടോ? ഇവിടെ ആയിട്ട് ഈ സാധനം അല്ല നിൽക്കണ്ടേ, ഈ സാധനം നിൽക്കണ്ടേ. ഓക്കെ, ഈ സാധനം നിൽക്കരുത്. ഈ സാധനം വേണം നിൽക്കാൻ. ഓക്കെ,
അതൊക്കെ നേരെ മീഡിയ ഫയറിലോട്ടേക്ക് പോയി ഈ ഇമേജ് ഡൗൺലോഡ് ചെയ്യാം. യുവർ ഡൗൺലോഡിങ് സ്റ്റാർട്ടഡ്. പിന്നെതാ ഈ ഡീറ്റെയിൽസിൽ നിൽക്കുക, നമുക്ക് കേറുന്ന കാണാം. ഇത് കേറിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ അറിയാണ്ട് എക്സിറ്റ് ആയി പോയി വെച്ചപ്പോ അപ്പൊ ഇതാ ഈ 3 ഡോട്ട് ഉണ്ടാവും മേത്തല്. 3 ഡോട്ടുമ്പോ നിൽക്കാം. ഇവിടെ ഡൗൺലോഡ്സ് പറഞ്ഞൊരു സാധനമുണ്ട്, അതിൽ നിൽക്കാതാ ഇത് രണ്ടും കാണാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഗെയിമിലോട്ടേക്ക് പോവാ. ഗെയിമിലോട്ടേക്ക് പോവാ. എല്ലാവരും സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. എല്ലാവരും അറ്റ്ലീസ്റ്റ് നല്ലോണം കാണണം കേട്ടോ. പബ്ജിയിൽ വെച്ച് പോരുത്. പിന്നെ നമ്മള് ഇവിടെ മോഡ് എന്ന് പറഞ്ഞ സാധനം കണ്ടോ? മോഡ് വെക്കുക. അതുപോലെ ചൂസ് എന്ന് പറഞ്ഞൊരു സാധനം വരും. ചൂസ് എന്ന് നിൽക്കുക. അതിൽ ചിലവർക്ക് ഇതാ ബസ് സൈഡ് വെക്കുക, ബസ് റേസിംഗ് വെക്കുക, യൂസ് ദീസ് ഫോൾഡർ വെക്കുക, അലോ വെക്കുക. അപ്പൊ ഇതാ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ചിലവരുതൊക്കെ. അതും സോൾവ് ചെയ്യാം നമുക്കിതില്. അതിലേക്ക് നമ്മൾ ചൂസ് ചെയ്യാം. നമ്മളൊന്നും എടുക്കരുത്. നേരെ ഈ യൂസ് ദീസ് ഫോൾഡർ ഉണ്ടോ നിങ്ങള്, യൂസ് ദീസ് ഫോൾഡർ അങ്ങ് നിൽക്കുക, അലോ നിൽക്കുക. പിന്നെ അതങ്ങ് കിട്ടും. അപ്പൊ വന്നുണ്ടോ? അപ്പൊ ഇവിടെ വന്ന് ഇങ്ങനെ കിട്ടണം. ഇതൊക്കെ ഡിലീറ്റ് ചെയ്യട്ടെ. ഇതൊക്കെ ഡിലീറ്റ് ചെയ്യണം കേട്ടോ. നമ്മളിൽ ആദ്യം ഉണ്ടായിരുന്ന മൂഡുകളൊക്കെ, അല്ലെ നമ്മൾ ബസ് കിട്ടാൻ ചാൻസ് കുറവാണ്. ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം എന്നോ, ഇവിടെ ഇമ്പോർട്ട് കണ്ടില്ലേ, ഇമ്പോർട്ട് അതിൽ നിൽക്കുക. ഡിവൈസ് ഗാലറി നിൽക്കുക. വേറൊരു കാര്യം ചെയ്യണം. നമ്മൾ നേരെ ഫയൽസ് പോകാം. ഫയല് ഡൗൺലോഡ് നിൽക്കുക. ഡൗൺലോഡ് നമ്മൾ നേരത്തെ കയറ്റിയാ വരുന്നത്. ഇതിമേലൊന്ന് ഈ 3 ഡോട്ടുമേ നിൽക്കുക. പിന്നെ മൂവ് ടു ഈ മൂവ് ടു കണ്ടില്ലേ ഇവിടെ, അത് നിൽക്കുക. പിന്നെ നിങ്ങളെ ഇന്റേണൽ സ്റ്റോറേജ് ഉള്ള വെച്ചാൽ അതിലൊക്കെ SD കാർഡ് ഉണ്ടെന്ന് വെച്ചാൽ അതിൽ ആക്കിയാൽ മതി. SD കാർഡ് ആക്കാം. SD കാർഡ് ആക്കി എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ടാവും ഡൗൺലോഡിലോട്ടേക്ക് മാറ്റുകയാണ്. അപ്പൊ അതിലോട്ടേക്ക് പോയിന്. അങ്ങനെ മൂവിങ് ടു 1 ഫയൽ. ഈ ചിത്രവും അത് സെയിം തന്നെ SD കാർഡിലോട്ടേക്ക് പോവാം. ഡൗൺലോഡിൽ നിൽക്കുക, മൂവ് ടു ഇയർ നിൽക്കുക. അപ്പം അതിലോട്ടേക്ക് പോയിന്. നമ്മൾ ജസ്റ്റ് ഗെയിമിൽ കയറാം. ഗെയിമിൽ കയറി നെറ്റ് ഇവിടെ 3 ഡോട്ട് കണ്ടോ? 3 ഡോട്ട് അല്ല, 3 വര. ഇന്ത്യയിൽ സാംസങ്ങിന്റെ SD കാർഡാണ്. SD കാർഡിലോട്ടേക്ക് മാറ്റിയാല് ഇതൊക്കെ ഇന്റേണൽ സ്റ്റോറേജ് എന്ന് വെച്ചാൽ ഡൗൺലോഡ് തന്നെ ആണ്. പിന്നെ ഇവിടെ ഡൗൺലോഡ് കണ്ടില്ലേ? ഡൗൺലോഡ് കാണാത്തവർ സെർച്ച് ചെയ്താൽ മതി. ഡൗൺലോഡ് എടുക്കുക. ഡൗൺലോഡ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ആക്കിയതാ ബസ്സുകൾ കാണാലോ. ഇതിൽ ചിത്രം കിട്ടൂല. നമ്മൾക്ക് ഈ സെഡ് വേഗ എന്നും പറഞ്ഞൊരു സാധനമില്ലേ, അത് 30,000 ഉള്ളവര് അത് കൊടുത്ത് വാങ്ങാം. 30,000 ഇല്ലാത്തവര് പരിചയം കണ്ട് വാങ്ങാം. വോയിസ് കട്ട് ഉണ്ട്. നമ്മളെ പരസ്യം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ സെഡ് വേഗ ന്യൂ എന്ന് പറഞ്ഞ സാധനമുണ്ട്. നിക്കല്ല, ഇമ്പോർട്ട് ചെയ്തല്ലോ. എന്നിട്ട് ഗ്യാരേജ് വെക്കുക. അതിലൊന്ന് ജസ്റ്റ് ഇങ്ങോട്ടാക്കിയാൽ മതി. പിന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടാക്കിയാൽ മതി. നമ്മളെ വയനാട് എന്തേനാ ഇത് ഞാൻ ആദ്യം ചെയ്തിരുന്നു, പക്ഷേ ഇടിച്ചെല്ലാം പോയി.
പിന്നെ വേറൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഇങ്ങനെയല്ല കിട്ടുക. നമുക്ക് ആദ്യം ഒരു ബസ്സായിട്ടാണ് കിട്ടുക. വയനാട് നിന്നൊന്നും ഇതില്ല. ഗ്യാരേജിൽ പോവാം. എന്നിട്ട് ഈ പെയിന്റിന്റെ ചിഹ്നം എടുത്തിട്ട് ഹൈ റെസൊല്യൂഷനും നിൽക്കാം. നല്ല ക്വാളിറ്റിയിൽ കിട്ടാനാണ്. എന്നിട്ട് ബ്രൗസർ ലൈബ്രറി ഡിവൈസ് ഗാലറി എടുക്കുക. അതിൽ നമ്മൾ ഈ ഫയൽ കാണാലോ, ആ ഫയൽ നിൽക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ബസ് ചിഹ്നം ഇത് വരും. അപ്ലൈ കൊടുക്കുക. അത് കൊടുക്കേണ്ടവര് കൊടുക്കുക. ഇന്ത്യയിലുള്ളത് കൊണ്ട് ഞാൻ പരിചയമില്ല. പിന്നെ ബസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുള്ള ലുക്ക് കാണിച്ചു തരാം. ഗ്യാരേജിൽ പോവാം. പേരിടാം. 37,000 നമ്മളെ ബസ് ക്ലീൻ ആയോണ്ടിരിക്കാണ്. പേരൊക്കെ പോവും ക്ലീൻ ചെയ്യുമ്പം. ക്ലീൻ ആയി വരുമ്പം ശരിയാവും. കൊറ്റ ഉള്ളില് ഇപ്പൊ ക്ലീൻ ആയി. പെട്ടെന്ന് എക്സിറ്റ് ആവുക. നമ്മളെ ബൂംസ്റ്റർ ബസ് ഇന്റീരിയർ ഒക്കെ അതേ സെയിം മോഡൽ. ഫ്രണ്ടിൽ ഇത് ഓൾഡ് മോഡലാട്ടോ. വയനാടൻ അലോയ് മേത്തലത്തെ സാധനം. ഇത് വയനാടിന്റെ നമ്പർ പ്ലേറ്റ് വരെ കൊടുത്താണ്. ബാക്കിലത്തെ ചിഹ്നം. പിന്നെ ഇന്റീരിയർ പക്ക കേട്ടോ. ബൂംസ്റ്റർ കുരിശ് കൊടുത്താണ്. മുന്നില് കുരിശാന്ന് തോന്നുന്നു. ഡോറ് നമ്മൾ ഈ ഡോർ ഓർക്കുമ്പോ ഉള്ളിലത്തെ പുറത്തിലത്തെ ഡോർ ഓർക്കും. പിന്നെതാ ഇവിടെ ഒരു ഇത് കണ്ടില്ലേ, എഞ്ചിന്റെ പാട്ടുണ്ട്. ഇത് നമ്മൾ തുറന്നു കയറ്റി ഡ്രൈവ് ചെയ്യാം. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പം ഇന്റീരിയർ എടുത്ത് കയറ്റി ഡ്രൈവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ടിലത്തെ ഈ ഗ്ലാസ് കാണുമ്പം നമ്മൾ കുറച്ച് ബ്ലാക്ക് ആയിട്ട് തോന്നും. അതൊരു പ്രശ്നമാണ്. വൈപ്പറൊക്കെ റെഡ്. നമ്മളിപ്പം ലൈറ്റ് ഓൺ ആക്കാന്ന് വെച്ചിക്കോ, അപ്പൊ എല്ലോ ലൈറ്റ് ഓൺ ആവും. ഏതൊക്കെ ലൈറ്റ് ഓൺ ആവുക. ഈ ഗ്ലാസ് മേത്തലത്തെ ഡോർ തുറക്കും. ഗ്ലാസ് തുറക്കുന്ന കൊമ്പനാ കേട്ടോ. ഗ്ലാസ് കൊമ്പൻ തുറക്കും. കൊമ്പന്റെ ഹെഡ്ലൈറ്റ് മാറും. ഒക്കെ അറിയാലോ. എല്ലാം വർക്കാവും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ് ആൻഡ് എല്ലാവരും കാണണം കേട്ടോ. ഇറ്റ്സ് റിയൽ.